ഹരേ കൃഷ്ണ. ഇന്നത്തെ വീഡിയോയിൽ മകരം രാശിക്കാർക്ക് 2025 ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് ജ്യോതിഷപരമായി എന്തെല്ലാം ഫലങ്ങളായിരിക്കും കിട്ടുക. രാശിചക്രത്തിലെ 10ാമത്തെ രാശിയാണ് മകരരാശി. രാശിയുടെ സ്വാമി ശനിദേവ്. ജൂലൈ മാസം 2ാമത്തെ ഹൗസിൽ രാഹു, 3ാമത്തെ ഹൗസിൽ ശനി, 5ാമത്തെ ഹൗസിൽ ശുക്രൻ, 6ാമത്തെ ഹൗസിൽ സൂര്യനും വ്യാഴവും, 7ാമത്തെ ഹൗസിൽ ബുധൻ, 8ാമത്തെ ഹൗസിൽ ചൊവ്വയും കേതുമാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ഏഴരശനിയോ കണ്ടകശനിയോ ഒന്നുമില്ല. ഏഴരശനി 29 മാർച്ച് 2025 കഴിഞ്ഞു. ജൂലൈ മാസം നിങ്ങളുടെ കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ദാമ്പത്യ ജീവിതം നോക്കുന്നത് 7th ഹൗസിൽ ബുധനാണ് ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ സംസാരത്തിൽ നിയന്ത്രണം തന്നെ വേണം. ഈ മാസം കുറച്ച് വിട്ടുവീഴ്ചകളും ക്ഷമകളും ഒക്കെ കൊണ്ടുവരേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യുക. വീട്ടിൽ സമാധാനവും ശാന്തിയും വേണ്ടവർ ചില കാര്യങ്ങളൊക്കെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. ഈ മാസത്തെ പ്രണയബന്ധം, നിങ്ങൾക്ക് മുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറി നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു റൊമാൻറ്റിക് മാസമായിട്ട് തന്നെ ഈ മാസം തീരുന്നതായിരിക്കും. എന്തെന്നാൽ 5th ശുക്രൻ ആയതുകൊണ്ട്. അപ്പോൾ പ്രേമികൾക്ക് വളരെ നല്ല ആശ്വാസം കിട്ടുന്ന ഒരു മാസമായിരിക്കും ജൂലൈ മാസം. ഈ മാസത്തിൽ ആരോഗ്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് പല്ല് സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തൊണ്ടയിൽ ഇൻഫെക്ഷൻ, അങ്ങനെയൊക്കെ ടോൺസിലൈറ്റിസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വലിയ രീതിയിൽ യാതൊരു പ്രശ്നവും കാണുന്നില്ല. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ മാസത്തെ ഭാഗ്യം നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. ശുഭകാര്യങ്ങൾക്ക് നല്ല സമയം. പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിനും നല്ല സമയം തന്നെയാണ്. വരുമാനം അനുസരിച്ച് ചിലവുകൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചിലവുകൾ കുറച്ച് നോക്കിക്കണ്ട് മുന്നോട്ട് പോകുക. ജോലി ചെയ്യുന്നവർക്ക് ചുമതല കൂടുകയും അതുപോലെ തന്നെ സ്ഥിരത ഉണ്ടാകുകയും ചെയ്യുന്നു. വിദേശ ബന്ധമായ തൊഴിൽ സാധ്യതകൾ കൂടുതലുണ്ട്. ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു സമയമാണ്. നല്ല വിജയം കിട്ടുന്നതിനുള്ള സമയം. ഓൺലൈനായി ജോലി ചെയ്യുന്നവരോ ടെക്നിക്കൽ വർക്ക് ചെയ്യുന്നവർക്കോ അതോ കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കോ നല്ല പ്രതീക്ഷ വയ്ക്കാം. വിദ്യാർത്ഥികൾക്ക് എങ്ങനെയിരിക്കുമെന്ന് നോക്കാം. 5th ഹൗസിൽ ശുക്രൻ. ഇപ്പോൾ ശുക്രൻ 5th ഹൗസിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് വരുന്നത്. അപ്പോൾ 5th ഹൗസിൻ്റെ സ്വാമി തന്നെ ആണ് ശുക്രൻ സ്വന്തം രാശിയിലിരിക്കുന്ന സമയം, വർഷത്തിൽ ഒറ്റയൊരു പ്രാവശ്യം വരുന്ന സമയം. ഈ സമയം പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ നല്ല ഒരു സമയം തന്നെയാണ്. എക്സാമൊക്കെ എൻട്രൻസ് കൊടുക്കുന്നവർക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിക്ക് ഉള്ള സാധ്യതയൊക്കെ കൂടുതലുള്ള സമയം, പുതിയ കോഴ്സിനൊക്കെ ചേരുന്നതിനുള്ള സമയം, അങ്ങനെ എല്ലാം കൊണ്ടും വിദ്യാർത്ഥികൾക്ക് വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു മാസം തന്നെയായിരിക്കും ജൂലൈ മാസം. ചെയ്യേണ്ട പരിഹാരങ്ങൾ: ഡെയിലി ഹനുമാൻ ചാലീസ പാരായണം ചെയ്യുക. ഡെയിലി ചെയ്യാൻ പറ്റാത്തവർ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ചെയ്യുക. ഉദിച്ചു വരുന്ന സൂര്യന് ജല അർപ്പണം ചെയ്യുക. പിന്നെ വിഷ്ണു സഹസ്രനാമം ഡെയിലി ചൊല്ലുന്നതും വളരെ നല്ലതായിരിക്കും. ഇന്നത്തെ വാസ്തു ടിപ്പ്: വടക്കു വശത്തെ ഏതെല്ലാം കളറാണ് വരേണ്ടത്? നിങ്ങൾക്ക് വടക്കു വശത്ത് നിങ്ങളുടെ എൻട്രൻസോ അതോ നിങ്ങളുടെ ഭിത്തിക്കോ വരേണ്ട കളേഴ്സ്: ബ്ലൂ കളർ, വെള്ളത്തിൻ്റെ കളറ് അക്വ ബ്ലൂ എന്ന് പറയും, ആ കളറ്. പിന്നെ ഗ്രീൻ കളറും, ലൈറ്റ് ഗ്രീനും ബ്ലൂ കളറും ഇവിടെ വരാവുന്നതാണ്. അതുപോലെ തന്നെ കറുത്ത കളറും, അത് ലൈറ്റായിട്ടുള്ള കറുത്ത കളറും, എല്ലാം ലൈറ്റ് കളേഴ്സ് മാത്രം ഇവിടെ കൊണ്ടുവരിക. എന്നു വെച്ചാൽ ബ്ലൂവും ബ്ലാക്കും ഒക്കെ വാട്ടർ കളേഴ്സാണ്. അപ്പോൾ ഗ്രീനിൻ്റെ ലൈറ്റ് കളേഴ്സ്, അതുപോലെ തന്നെ ബ്ലൂവിൻ്റെ ലൈറ്റ് കളേഴ്സ്, ഡാർക്ക് ബ്ലൂ അല്ല, സ്കൈ അക്വ ബ്ലൂ, അതിൻ്റെ ലൈറ്റ് കളേഴ്സാണ് ഇവിടെ കൊണ്ടുവരേണ്ടത്. ബ്ലാക്ക് വന്നാലും കുഴപ്പമില്ല. ഇവിടെ ഒരിക്കലും റെഡ് കളറോ യെല്ലോ കളറോ ഒരിക്കലും ഒരു കാരണവശാലും കൊണ്ടുവരാൻ പാടുള്ളതല്ല. അപ്പോൾ വീഡിയോ ഇത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു.